മറിയ സ്വച്ഛ ജഡമാംസി തൈലം കൊണ്ടുവന്ന് പാദപടത്തിൽ ഒഴിച്ചു. അതിന് ട്രഷാർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇവനുടനെ കൂടെ ഉള്ളവരോട് ചെന്ന് വായിച്ചല്ലോ ഇവിടെ ചെല്ലും എന്തിനാ ഇവൾ. അവിടെ പുള്ളി ഉടനെ കണക്ക് കൂട്ടി. എനിക്കൊന്ന് പുള്ളി സിയക്കാരനായിരുന്നാ തോന്നുന്നത്. ഉടനെ പുള്ളി കണക്കും പറഞ്ഞു, എത്രയാ? 300 വെള്ളിക്കാശ്. ഷടയെന്നത് കൂട്ടിയെന്നുള്ളതാ. മണവടിച്ചാൽ കണക്ക് കൂട്ടുന്ന ആൾക്കാരുണ്ട്. 300 വെള്ളിക്കാശ്. ഇത് വിറ്റ് ദരിദ്രന്മാർക്ക് എന്തോ താല്പര്യ ദരിദ്രന്മാരോട്. അവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ഇവന് ദരിദ്രന്മാരോടുള്ള സഹതാപം കൊണ്ടൊന്നും. 3 കാര്യമാണ്. 1 എൻ്റെ അള്ളനാ. 2 പണസഞ്ചി ഇവന്റെ പക്കല. 3 അതിലിട്ടത് ദിവസം തോറും ഇവൻ ചൂണ്ടും. അപ്പൊ ഇവൻ ചിന്തിച്ചത്, എടാ ഇന്ന് 300 വെള്ളിക്കാശ്, 300 വെള്ളിക്കാശ് ഫണ്ടിനകത്ത് ഇടുകാരുന്ന എൻ്റെ കാര്യം. ഇന്ന് രാത്രി ഇവൻ അവിടെ നിന്ന് ഇറങ്ങി, യൂദാ താഴത്തിൽ നിന്ന് ഇറങ്ങി. അവൻ അന്ന് രാത്രി ഒറ്റാൻ തീരുമാനിച്ചു. മഹാപുരോഹിതനോട് ചെന്നു പൈസ പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം എന്നാ തരുമെന്ന്. ഞാൻ എൻ്റെ ചില ഭാഗം കൂടെ ചേർത്ത് ആ വചനവും കൂടെ കൂട്ടുപിടിച്ച് പറയാ. ഇവൻ ആദ്യം ചെന്ന് പറഞ്ഞു 300 വെള്ളിക്കാശ് തരാമോ, ഞാൻ ഒറ്റിത്തരാമെന്ന്. കാരണം ഇവിടെ 300 നഷ്ടം വന്നത്. അത് ആഡ് ചെയ്ത് വെക്കാനാ. അവർ പറഞ്ഞു 300 അതിന് കുറച്ച് ഒറ്റാൻ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. അവർ ചോദിച്ചു 250. അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിൽ ആശയം വരുന്നത് ഞാൻ പറയാൻ പോവാ. 250. എന്നിട്ട് വേറെ അതിന് ആളുണ്ടെന്ന് പറഞ്ഞു. അവരിപ്പം പിന്നെ പിക്നിക്കിന് പോയിരിക്കാം തിരിച്ച്. നല്ല ഒറ്റുകാരുണ്ട്. എന്തിനേറെ 250, 200, 150, 100, 50, ഒടുവിൽ 30 പറഞ്ഞു ഒത്തെന്ന പറഞ്ഞ് ബാർഗെയിൻ ചെയ്ത ഒത്തത്. താവിന് ഒറ്റരുത് കേട്ടോ. നീ നന്മ അനുഭവിച്ചതാ. ഇന്ന് ലഭിച്ചതെല്ലാം കർത്താവിനെ കണ്ടതുകൊണ്ടാ. ഒറ്റരുത്, 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 ഒറ്റരുത്. അപ്പൊ പൈസയ്ക്ക് വേണ്ടി ഒറ്റരുതെന്ന്. ഇവിടുത്തെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒറ്റരുത്. സഹോദരന്മാരായ കർത്തദാസന്മാരെ, അല്പം പൈസ കിട്ടും, $, ഉപദേശം മാറ്റരുത്.